ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എൻ്റെ ഒരു കുക്കറാണ്. ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ട് മറന്നുപോയി അത് നോക്കാൻ. വന്ന് നോക്കുമ്പോഴേക്കും പിന്നെ അത് ആകെ വെള്ളമൊക്കെ വറ്റി അടുക്കി പിടിച്ച് കരി പിടിച്ച് ആകെ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു, വെള്ളമൊക്കെ വറ്റിയിട്ട്. അപ്പം ഞാനങ്ങനെ ആകെ വിഷമിച്ച് ഇത് എങ്ങനെ ഇനി കഴുകി വൃത്തിയാക്കും എന്നുള്ളത് ആലോചിച്ച് ഞാനത് ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞാനവിടെ മാറ്റി വെച്ചു. ഒരാഴ്ചയിലും കൂടുതലായി ഞാനത് അവിടെ മാറ്റി വെച്ചിട്ട്. വേറൊരു കുക്കറും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ മടി പിടിച്ചിരുന്നത്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നതാണ്, കുറേ ഇരുമ്പമ്പുളി നിൽക്കുന്നുണ്ട്, കുറേ താഴ്ത്ത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ ഈ ഇരുമ്പമ്പുളിയൊക്കെ വെച്ചിട്ട്, ഈ പഴുത്ത ഇരുമ്പമ്പുളിയൊക്കെ വെച്ചിട്ട് തുണികളിലെ കറയൊക്കെ ഞാൻ കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോഴാണ് എനിക്ക് ഇതൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇരുമ്പമ്പുളി എടുത്ത് ചുമ്മാ മിക്സിയിലിട്ടൊന്ന് അടിച്ചു. വെള്ളമൊന്നും ചേർത്തില്ല, മിക്സിയിലിട്ട് അടിച്ചിട്ട് അതങ്ങനെ കൊടുന്നിട്ട് ഇപ്പോൾ ഇതേ കുക്കറിലിട്ടിട്ട് ചുമ്മാ ഒന്ന് തേക്കുമ്പോഴേക്കും കണ്ടില്ലേ, ഇപ്പോൾ അതൊക്കെ ഞാൻ അധികം ബലം പിടിച്ചിട്ടൊന്നുമല്ല തേക്കണത്, ചുമ്മാ തേക്കുമ്പോഴേക്കും കണ്ടോ കുക്കറിൻ്റെ അടിഭാഗം ആകെ കരിഞ്ഞുണ്ട്. മൊത്തത്തിൽ പുറം ഭാഗവും അടിയെല്ലാം കരിഞ്ഞാകെ പ്രശ്നമായിട്ടിരിക്കുന്നു. കണ്ടാൽ സങ്കടം വരും. ഇപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് തേക്കുമ്പോഴേക്കും ഞങ്ങളോ ബലമൊന്നും പിടിക്കണില്ല, ചുമ്മാ ആ ഇരുമ്പുള്ളിയുടെ സത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് തേക്കണുള്ളൂ കണ്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പം ഞാനിത് അരയ്ക്കണത് ആദ്യം എടുത്തില്ല, എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷേ ഞാനിതിനി വേറെ പാത്രങ്ങളിലുണ്ട് എൻ്റെ കുറച്ച് ഇങ്ങനെ അടിഭാഗമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കണത്. അപ്പം അത് എന്നൊന്നും കഴുകാറില്ല. ഒന്നാമത് കൈ വേദന, പിന്നെ അത് ബുദ്ധിമുട്ടോർത്തിട്ട് നമ്മുടെ സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകുമ്പോഴൊന്നും പെട്ടെന്നൊന്നും പോകുമൊന്നുമില്ല. കുറച്ച് ബലമൊക്കെ പിടിച്ച് തേച്ചാൽ ചിലപ്പോൾ പോവായിരിക്കും, പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതും കൂടി എനിക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഞാൻ ഇരുമ്പുളി ആദ്യം കൊണ്ടുവന്നിട്ട് അത് അരയ്ക്കണതും അരിച്ചെടുക്കണതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാത്രത്തിൽ ഒരുവിധം 3/4 ഭാഗം കരി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ലോഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായി തേക്കുകയാണ്. അധികം ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, അത് ഭയങ്കര അതിശയായി. ഇനിയിപ്പോൾ എനിക്ക് പാത്രങ്ങൾ കരി പിടിച്ചാൽ അത്ര ടെൻഷനില്ല, ഇങ്ങനെയൊക്കെ ചെയ്യല്. പക്ഷേ എന്നും ഇപ്പോൾ നമുക്ക് ഇരുമ്പുളി ഉണ്ടാവില്ലല്ലോ. പക്ഷേ അതിന് പകരം ഇരുമ്പുളി ഇല്ലാത്തവർക്ക് നമ്മുടെ സാധാരണ കോൽപ്പുളി ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സക്സസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് തേച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഇത് നന്നായി കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 90% പോയിട്ടുണ്ട് കേട്ടോ. ഇതേ വെള്ളമൊഴിച്ച് ഞാൻ കഴുകി കാണിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായി നല്ല ഗ്ലേസിങ് ഉണ്ട്, നല്ല വെട്ടിത്തള്ളം കൊണ്ടു പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടാണ്. ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതുപോലെ പാത്രങ്ങളൊക്കെ കരിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഞാനിതേ കുറച്ച് ഇരുമ്പുളി കൂടെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിച്ചില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ട്, ഒരു ചായ പാത്രം, അതുപോലെ കുറച്ച് 2-3 പാനൊക്കെ ഉണ്ട് ഇതുപോലെ കരിയൊക്കെ പിടിച്ചത്. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് കളയണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇരുമ്പുളി ഞാൻ അതുപോലെ മിക്സിയിലിട്ട് ചുമ്മാ അടിച്ചതാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അടിച്ചതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതൊരു അരിച്ചിട്ട് അത് ഒരു കുപ്പിയിലാക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഡിഷ് വാഷും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിഷ് വാഷും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തേക്കുമ്പോൾ ഒരു സുഗന്ധം, ഒരു പതയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അതേ പാത്രങ്ങളൊക്കെ ഒന്ന് തേക്കുന്നുണ്ട്. അപ്പോൾ അധികം ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, അമർത്തി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ തേക്കുമ്പോഴേക്കും ഇത് നന്നായി വൃത്തിയാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്കും പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞത്. അപ്പോൾ കണ്ടില്ലേ, നന്നായി വെളുത്തിട്ടുണ്ട്, പാത്രമൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടുണ്ട്. ഇനി ഈ പാത്രം കൂടി ഒന്ന് തേക്കാം. അതിനുശേഷം പിന്നെ വേറൊരു ചായപാത്രമുണ്ട്. ചായപാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര കറിയാണ്, അതുപോലെ തന്നെ അടിഭാഗത്തും നല്ല കറിയുണ്ട്. അത് ചായ ബാക്കി വന്നാൽ ചായ ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കരിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ പാനിൻ്റെ അടിഭാഗം കണ്ടില്ലേ, അതും നല്ല കളറായിട്ടുണ്ട്. അതുപോലെ ഇതൊരു ഫ്ലവർ വേസ് ഇട്ടാ, ഫ്ലവർ വേസ് കറുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും തന്നെ പെട്ടെന്ന് കളറ് വന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഈ ചായപാത്രമാണ് ഞാൻ കഴുകാൻ പോകുന്നത് കേട്ടോ. ഇതാ ചായപാത്രം, അതിൻ്റെ അടി കണ്ടില്ലേ. അപ്പോൾ ഇത് തേക്കേണ്ട ബുദ്ധിമുട്ടോർത്ത് ഞാൻ എന്നൊന്നും കഴുകാറൊന്നുമില്ല, തേക്കാറൊന്നുമില്ല. നല്ലോണം ഉരച്ച് കഴുകണ്ട. അതുപോലെ അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ,
കറ പിടിച്ചിട്ട് ചായ, അത് രാവിലത്തെ ചായ ബാക്കിയുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒഴിച്ച് വയ്ക്കും. അങ്ങനെ ചായ കറ പിടിച്ചതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ലോഷൻ ഉപയോഗിച്ചിട്ട് ഇന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച മാതിരിയല്ല, പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അതൊന്നല്ല, പെട്ടെന്ന് തന്നെ കറയിളകി വന്നു, വൃത്തിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം കൂടി ഒന്ന് തേച്ചെടുക്കണം. കണ്ടില്ലേ കരി? ഈ ഗ്യാസുമ്മ വയ്ക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ വരുമല്ലോ കരി. അപ്പോൾ ദിവസമൊന്നും ഞാൻ കഴുകാറില്ല, അങ്ങനെ കുറേ നാൾ കൂടുമ്പോൾ അങ്ങനെ ഒന്നാലും ഇത്ര വൃത്തിയാവാറില്ല കേട്ടോ. ഇത് നന്നായി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നല്ല ഗ്ലേസിങ്ങും ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഗ്ലേസിങ്ങും ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.